നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള നടി, ഒരുപാട് പാട്ടുകൾ, ആ പാട്ടുകളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും നല്ല പാട്ടുകളിലൊക്കെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മുഖം, മലയാളിയുടെ ശ്രീത്വമുള്ള നല്ല സുന്ദരിയായിട്ടുള്ള വിധുബാലയുടെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. കുറേ ഹീറോസായിട്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ടായില്ലേ? ഇറ്റ്സ് എ ക്ലീഷേ ക്വസ്റ്റ്യൻ, ബട്ട് സ്റ്റിൽ എനിക്കത് അറിയാനുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ഒരു ഫേവറേറ്റ് ഹീറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ കംഫർട്ടബിൾ സോൺ, എനിക്ക് ഇവരുടെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടാണ് എന്നുള്ള ആ ഒരു അങ്ങനെയൊക്കെ ഒരു ഫീൽ. മോസ്റ്റ് ഓഫ് മൈ ഹീറോസ് ഹാവ് ബീൻ വെരി സോമച്ചൻ എന്ന് പറഞ്ഞാൽ എം ജി സോമൻ, നസീർക്ക, ഓഫ് കോഴ്സ് നസീർക്ക, മധു സർ, ഇവർക്കൊക്കെ പിന്നെ ഐ ആം ടോട്ടലി കംഫർട്ടബിൾ വിത്ത് ഓൾ ദീസ് പീപ്പിൾ. നൺ ഓഫ് ദം ഐ ഹാഡ് എനി, ഒന്ന് രണ്ട് പേര് ഓഫ് കോഴ്സ് ഐ വാസ് നോട്ട് വെരി കംഫർട്ടബിൾ, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ ദെയർ നെയിംസ്. പക്ഷേ മോസ്റ്റ് ഓഫ് മൈ ഹീറോസ് ഐ ഹാവ് നെവർ ഹാഡ് എനി പ്രോബ്ലം, എസ്പെഷ്യലി നസീർക്ക, മധു സർ, സോമച്ചൻ, സുകുമാരൻ, ലോട്ട് ഓഫ് വിൻസെന്റ് ഇതുപോലെ പേര് ഭയങ്കര കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല വിൻസെന്റ് ഇതുപോലെ പക്ഷെ ഒരു ഹിറ്റ് പേരായിരുന്നു തുടക്കകാലത്ത്. വളരെ വിവരം ഫ്രണ്ട്ലി, ടോട്ടലി ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ദേ ടുക്ക് കെയർ ദറ്റ്, എന്നോടൊന്നല്ല എല്ലാ ആർട്ടിസ്റ്റിനോടും they were like that. It was not that Vidubala alone was like that. അങ്ങനെയല്ല, എല്ലാവരോടും they used to take, അവരൊരു പെണ്ണാണ് എന്നുള്ള ബോധത്തോടു കൂടിയായിരുന്നു, ആ കൺസിഡറേഷനോട് കൂടിയായിരുന്നു all these actors. ഞാൻ അഭിനയിച്ച എൻ്റെ കാലത്ത്, ഇപ്പോഴത്തത് എനിക്കറിയില്ല, ബട്ട് അന്ന് ഐ എം സേയിങ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ഐ ഹവ് നെവർ ഹാഡ് എനി പ്രോബ്ലം വിത്ത് ഒരു കോമിക്കൽ ഒരു ഇതുണ്ടായിട്ടുണ്ട്. തമിഴ് പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു സീനുണ്ട്, വേറെ മോഡലാണ് ആ പടത്തിൽ. സോ ഐ ഹാവ് ടു റൺ. ഞാനൊരു സിറ്റുവേഷനിൽ പെടുമ്പോൾ, ഞാൻ രക്ഷപ്പെട്ട് ഓടുമ്പോൾ ആൾ പിന്നാലെ വന്ന് എൻ്റെ കൈ പിടിച്ച് ട്രൈങ് ടു റേപ്പ് മീ. അതായിരുന്നു സീൻ. അപ്പോൾ ആ സീനിൽ അഭിനയിച്ചത് എൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. ഫസ്റ്റ് ടൈം ഹി വാസ് പ്രൊഡ്യൂസിങ് എ ഫിലിം. രാശി എന്നുള്ള പടമായിരുന്നു. ഞാൻ ഓടും, അയാൾ പിടിക്കില്ല എൻ്റെ കൈ. പിന്നെയും ഓടും, പിന്നെയും കൈ പിടിക്കില്ല. ഞാൻ കൈയൊക്കെ നീട്ടി കൊടുക്കും, എന്നിട്ടും പിടിക്കുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, എന്തേ പിടിക്കാത്ത? പിടിച്ചില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല, അയാൾ റൺ ഔട്ട് ഓഫ് ദി. അപ്പോൾ അയാൾ അപ്പോൾ പറഞ്ഞു, എല്ലാവരും പേടിപ്പിച്ചിരിക്കുകയാണ്. കുട്ടർ അച്ഛൻ മജീഷ്യനാണ്, വല്ല തെറ്റായി പെരുമാറി കഴിഞ്ഞാൽ പൂച്ചോ പട്ടിയോ ഒക്കെ ആയിട്ട് വീട്ടിൽ അത് പേടിച്ചിട്ട് അയാൾ പിടിച്ചില്ല. ഇങ്ങനെ കോമഡി ആയിട്ടും പല സിറ്റുവേഷൻസും പോയിട്ടുണ്ട്. ഈ ഇത്രയും ആ ഒരു ടൈം പീരീഡ് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ബീയിങ് എ ഹീറോയിൻ, ഭയങ്കര തിരക്ക് പിടിച്ച സമയം, ഓടി നടന്ന് അഭിനയിച്ച കാലം ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ. ഇഫ് ഐ സിറ്റ് ബാക്ക് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്, ഐ ഡോണ്ട് നോ വെദർ ഐ എൻജോയ്ഡ് ഇറ്റ്, ബട്ട് ഐ നെവർ ഡെഫിനറ്റ്ലി എനിക്കതിൽ വിഷമം തോന്നിയിട്ടൊന്നുമില്ല. ഇറ്റ് വാസ് എ ടഫ് പീരിയഡ്, ഓഫ് കോഴ്സ്, ആക്ടിങ് ഇൻ 3 films, 3 different type of characters. അത് ഒരേ ദിവസം 3 ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ there have been times when I have had a breakdown. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോബബ്ലി നൗ ഐ എം എൻജോയിങ് ദാറ്റ് സ്റ്റാർഡം അന്നത്തെക്കാളും. പിന്നെ അന്ന് മദ്രാസിലാണ്, മലയാള ആക്ട്രസസ് വെർ നോട്ട് റെക്കഗ്നൈസ്ഡ് ദെയർ മച്ച്. അവർ നമ്മൾ പുറത്തിറങ്ങി നടക്കാം. സോ മൈ പേഴ്സണൽ ലൈഫ് ഹാഡ് നോ പ്രോബ്ലംസ്. എനിക്ക് പുറത്തിറങ്ങി നടക്കാം, എല്ലാം ചെയ്യാം, എനിക്ക് അതൊരു വലിയൊരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ബട്ട് മൈ ലൈഫ് വാസ് ഡിഫറെൻറ്റ്. അങ്ങനെ ഫിലിം ഓക്കെ അഭിനയിക്കുന്നു, എനിക്ക് എപ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഇന്ന് ഷൂട്ടിംഗ് ക്യാൻസൽ ആവണേന്ന് പ്രാർത്ഥിക്കും. സോ ദാറ്റ് ഐ ക്യാൻ ഗോ ഫോർ എ മൂവി വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം. ഈ മഴ പെയ്യുമ്പോൾ സ്കൂൾ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കണം. അതെ, ഇതിന് വേണ്ടിയിട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കാനാ. ഐ യൂസ് ടു, അങ്ങനെയായിരുന്നു. മൈ ഫ്രണ്ട്സ് ആർ മോസ്റ്റ്ലി ഔട്ട് ഓഫ് ദി ഫിലിം വേൾഡ്. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ കറങ്ങി നടക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സങ്കടം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. ഐ എൻജോയ്ഡ് ഇറ്റ് ഓഫ് കോഴ്സ്, ബട്ട് ഐ ഡോണ്ട് നോ thoroughly എൻജോയ് ചെയ്തു. ഐ വാസ് റിയലി ഹാപ്പി അബൌട്ട്. അങ്ങനെയൊന്നും ആലോചിച്ചാൽ നോ, ജസ്റ്റ് വെന്റ് ഓഫ്, അത്രേ ഉള്ളൂ. മേ ബി ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം കൊണ്ടായിരിക്കുമോ? ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് കുറേ ആക്ട്രസ്മാർ ആഫ്റ്റർ മാരേജ് ഫിലിം ഫീൽഡ് വിടുന്നത്. മേ ബി മാം ഇങ്ങനെ ഒരു അറ്റാച്ച്ഡ് ഡിറ്റാച്ച്ഡ് എന്നുള്ള ഒരു മോഡുള്ളത് കൊണ്ടായിരിക്കുമോ? കല്യാണത്തിന് മുന്നേ തന്നെ I had a definite idea about my marriage. I had a very deep idea about my marriage. ഇപ്പോൾ 23-24 വയസ്സിലെ മറ്റാണ് ഞാൻ ശംഖുപുഷ്പം എന്നുള്ള പടം അഭിനയിക്കുന്നത്.
ആ പടത്തിലാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ ഞാൻ കാണുന്നത്. ഹി വാസ് എ പ്രൊഡ്യൂസർ ഓഫ് ദാറ്റ് ഫിലിം, വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ കണ്ടു. അന്നൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞാനിങ്ങനെ അഭിനയിച്ചു പോകുന്നു. കാത്തിരുന്ന നിമിഷം സമയത്താണ് പ്രേമം ഉണ്ടെന്ന്, അദ്ദേഹത്തിൻ്റെ പ്രേമം എന്നോട് ഫ്രണ്ട്സൊക്കെ വന്ന് പറയലും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നൊരു കാലം. ബട്ട് സംവെയർ ഐ ഫെൽ ഫോർ ഹിം, ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. ഞങ്ങൾ ഒരു കൊല്ലത്തോളം പ്രേമിച്ചു. അത് കഴിഞ്ഞപ്പോൾ വി ഡിസൈഡഡ് ടു ഗെറ്റ് മാരീഡ്. ആ 1 year വി ഹാഡ് എ എന്താ പറയുക ഹാർട്ട് ടു ഹാർട്ട് ടോക്ക്. ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് വി ഹാഡ് സ്പോക്കൺ അബൌട്ട് ഈച്ച് അതർ. ഞാൻ പറഞ്ഞു നാളെ മേലൊക്കെ വേറെ ഒരു പ്രശ്നം വരരുത്. സോ ഐ വാസ് വെരി ഡെഫിനറ്റ് അബൌട്ട് ഇറ്റ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വി ഡിസൈഡഡ് ടു ഗെറ്റ് മാരീഡ്. അത് മാരേജ് എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ സെഡ് ടു മൈ ഫാദർ, now I don't want to act in movies. For one single reason. I wanted to live my life on my terms. That's what ഇതാണ് എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തൊരു സാധനം. മാം പറഞ്ഞ പോലെ യു ഹാവ് ഒരു ക്ലിയർ കട്ട് ഐഡിയ. അത് ആ ഒരു വഴിയിൽ മാം പോകുന്നുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഐഡിയാസ് ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ അതിലേക്ക് വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പുറത്തുള്ളത് അതിലും വലിയ സംഭവമാണ് ലൈം ലൈറ്റ് എന്നുള്ള ഒരു സാധനം. പക്ഷെ മാമിനെ അത് ഒട്ടും ബോധർ ചെയ്യിച്ചില്ല എന്നുള്ളതാ. ഇല്ല, ഇത് മതി, ഇനി ഞാൻ എൻ്റെ ലൈഫ് എന്നുള്ളൊരു ഫീല് അല്ലേ. ഐ ടോൾഡ് മൈ ഫാദർ ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ഇൻ ഫിലിംസ്. ഞാൻ കല്യാണം കഴിക്കണം, എനിക്കിങ്ങനെ ഇദ്ദേഹത്തിനോട്. അച്ഛൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഇഫ് യു ഡോണ്ട് വാണ്ട് ഫൈൻ സ്റ്റോപ്പ് ഇറ്റ്. ബട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കല്യാണം. ഓ, ഈ തീരുമാനം എടുത്തിട്ട് it took another 4 years for us to get married. എന്ത് ചെയ്തു? That is the time when I revived my dreams. Okay. I did a lot of diplomas, right from cooking, interior decoration, export importment management എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. That is my passion. പഠിക്കുക എന്നുള്ളത് it is my passion. I keep on researching. ഓരോ പ്രാവശ്യം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും, പലതും ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ നൗ ഐ ഡു ഇറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ്, അത് എൻ്റെ അച്ഛൻ പറയാം, അക്വയറിങ് നോളജ് ഈസ് മൈ പാഷൻ. അത് ഇന്ന സബ്ജക്റ്റ് ഒന്നുമില്ല എക്സെപ്റ്റ് പോളിറ്റിക്സ്. അത് മാത്രം താല്പര്യമില്ല. പിന്നെ മെഡിസിൻ എൻ്റെ തലയിൽ കയറില്ല. ബാക്കി ഒരുമാതിരി മെഡിസിനെ പിന്നെ ബേസിക് ഒക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതെൻ്റെ എനിക്ക് ഐ എം നോട്ട് ഡ്രൈ. എനിക്ക് അല്ലാതെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ ഇപ്പോഴും ഇഷ്ടമാണ്, റിസർച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. നോട്ട് ഫോർ ഗെറ്റിംഗ് എ PhD ഓർ ഡോക്ടറേറ്റ്, അങ്ങനെയൊന്നല്ല, എനിക്കറിയാനുള്ള താല്പര്യം. അങ്ങനെ ഞാൻ 4 കൊല്ലം കുറേ ലൈബ്രറികളിൽ പോയിരുന്ന് ലോട്ട് ഓഫ് ആർട്ടിക്കിൾസ് ഐ ഹാവ് റിട്ടേൺ. കുറേ ഉണ്ട് എൻ്റെ അടുത്ത്, കുറേ ആർട്ടിക്കിൾസ്. Based on what articles? Many things. അതിൽ ഇന്നതൊന്നുമില്ല. അപ്പം അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ ഐഡിയാസിലേക്ക് വരും ഞാൻ. പിന്നെ ഞാൻ പഠിച്ചത് ബേസിക്കലി തമിഴാണ്, മലയാളം പഠിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സംസ്കൃതം പഠിക്കുന്നത്. സംസ്കൃതം പഠിക്കുമ്പോൾ കൂടെ ചേർത്ത് മലയാളവും പഠിച്ചു. അപ്പോൾ ഈ തമിഴ് പഠിച്ചതിൻ്റെ അതിൻ്റെ ഐ എം പാഷനറ്റ് അബൌട്ട് തമിഴ് ലിറ്ററേച്ചർ ബിക്കോസ് ഐ സ്റ്റഡീഡ്. അപ്പോൾ അതിൽ കുറേ റിസർച്ച് ചെയ്തു, അതിൽ കുറേ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ദാറ്റ് വാസ് മൈ പാഷൻ. അപ്പം രാവിലെ 8 മണി 9 മണിക്ക് എണീക്കുള്ളൂ. സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് പറ്റില്ല. മൈ ലൈഫ് വാസ് ഡിസൈഡഡ് ബൈ സംബഡി എൽസ്. അപ്പോൾ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. അത് കഴിഞ്ഞാൽ ഐ വിൽ ഡെഡിക്കേറ്റ് മൈ ലൈഫ് ടു മൈ ഫാമിലി, മൈ ചൈൽഡ്. ബിക്കോസ് എൻ്റെ കുട്ടി ഈ നാടിന് ഒരു ദൂഷ്യമായിട്ട് വളരരുത്, പാടില്ല, ഒരു നല്ല പൗരനായിട്ട് വളരണം. ദാറ്റ് വാസ് മൈ ഡ്രീം. ഒരു നല്ല അമ്മയാവണമെന്നല്ല, ഒരു നല്ല കുട്ടിയെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം ദാറ്റ് വാസ് മൈ. അപ്പം ഞാൻ ഐ സ്റ്റോപ്ഡ് എവറിത്തിങ് ആഫ്റ്റർ മൈ മാരേജ്. ഈ പറയുന്ന ഡാൻസ് കുറേ ആ 4 കൊല്ലത്തിൽ കുറേ എൻ്റെ അമ്മയുടെ ഡ്രീംസ് മുഴുവനും ഞാൻ സാധിപ്പിച്ചു കൊടുത്തു. സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തു. more than 1000 സ്റ്റേജസ് ഐ വുഡ് ഹാവ് ഡാൻസ്. ആഫ്റ്റർ ദാറ്റ് ചെയ്തിട്ടില്ല. സൂര്യ ഫെസ്റ്റിവലിലൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ട് ആ കാലത്ത്. മറ്റേ ഐ തിങ്ക് സൂര്യ തുടങ്ങിയ കാലം. അപ്പം അങ്ങനെ എല്ലാം ചെയ്തു. എല്ലാവരുടെയും ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ ഒന്നുമില്ല. എൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഡാൻസർ ആവണം എന്നുള്ളത്. സോ ഐ സാറ്റിസ്ഫൈഡ് ഹെർ തിങ്, ഐ സാറ്റിസ്ഫൈഡ് മൈ ആംബിഷൻസ് and I dedicated my life to my family. I totally cut off from everything when I married. അവിടെ നല്ലൊരു ഡോക്ടറിലോ, നല്ലൊരു വൈഫ്, നല്ലൊരു അമ്മ, നല്ലൊരു ഫ്രണ്ട്, നല്ലൊരു സിസ്റ്ററിലോ ആ റോളിൽ കിടന്നിങ്ങനെ കളിച്ചു. അത് കഴിഞ്ഞ് when my son started going to engineering college, when he joined the engineering college, 1 year adjustment problem. Hostel life, family, അതായിട്ടുള്ള ഒരു adjustment problem. അത് കഴിഞ്ഞപ്പോൾ he got
adjusted to the Ah. friends and his. Then I was free. അതെ ടോട്ടലി ഫ്രീ. My family നല്ല ഫൗണ്ടേഷനായി. My husband and myself. അപ്പോൾ 18 കൊല്ലമായി. എൻ്റെ ഹസ്ബൻഡിനും ഞാനുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വാസ് പെർഫെക്റ്റ്. there was no problems. എല്ലാം ഫൗണ്ടായി. then I started working. again തിരിച്ചു വന്നു. തിരിച്ച് ഞാൻ 2005 I worked for a film called ശൃംഗാരം. അതിൽ ബാക്ക് ക്യാമറ ഇതിലായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ എൻ്റെ ഫ്രണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്, വിച്ച് വൺ 3 നാഷണൽ അവാർഡ്സ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഫ്രം ദെൻ ഓൺവേർഡ്സ് ഐ ബീൻ വർക്കിംഗ്. പിന്നെ കലാക്ഷേത്രയുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. സോ ഐ കംപ്ലീറ്റ്ലി വർക്ക് ഫോർ ദാറ്റ്. മാസങ്ങളോളം അവിടെ പോയി വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ. ബിക്കോസ് മകനില്ല, ഹസ്ബൻഡ് വാസ് ടോട്ടലി ഫ്രീ. അപ്പോൾ പിന്നെ ഹീ നെവർ ഹാഡ് എനി പ്രോബ്ലം. ഞാൻ പോവും, വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത് 2010 കഥയിലെ ജീവിതത്തിൻ്റെ എത്തിപ്പെട്ടത്. അപ്പോൾ മനോജ് മനേൽ എന്ന് പറഞ്ഞ ആളായിരുന്നു ആദ്യത്തെ പ്രൊഡ്യൂസർ. സോ ആദ്യം നമ്മളുടെ പഴയ പത്മരാജൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, രാജേട്ടൻ്റെ വൈഫ് എൻ്റെ ചെറിയമ്മയാണ്. അപ്പോൾ രാജേട്ടൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജയിച്ച് എല്ലാവരോടും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇത് പറ്റില്ല എന്ന് പറയരുത്, ഒന്ന് കേൾക്കൂ, കേട്ടിട്ട് ഡിസൈഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മനോജ് മനേൽ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഐ വാസ് ഇൻ ചെന്നൈ വർക്കിംഗ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഐ ഗോട്ട് ഇൻട്രസ്റ്റഡ്. സൈക്കോളജി അല്ലേ, അതാണ്. അപ്പോൾ ലീഗൽ സൈഡ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഐ വിൽ ടോക്ക് ഇൻ ഡീറ്റെയിൽ വെൻ ഐ കം ടു കാലിക്കറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ മനോജ് കെയിം ഹോം. വി ഹാഡ് എ 3 hour ഡിസ്കഷൻ. 3 മണിക്കൂർ ഇൻക്ലൂഡിങ് കോസ്റ്റ്യൂംസ് വേ ഡിസ്കസ്. അതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് then I accepted that. എൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു, I had to think about 3 things in കഥയിലെ ജീവിതം. ഒന്ന് മൈ ലാംഗ്വേജ്, പിന്നെ ഇറ്റ്സ് എ ലീഗൽ പ്രോഗ്രാം. അപ്പോൾ ലീഗൽ സൈഡ് ഐ ഷുഡ് ബി തറോ വേണം. അത് മാത്രമല്ല തെറ്റായ ഒരു ലീഗൽ ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ആൻഡ് അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ആണ്, ഇറ്റ്സ് എ കോർട്ട് റൂം. സോ ഐ ഹാവ് ടു ഫോളോ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ കോർട്ട് റൂം. പിന്നെ TV ഷോ, അവിടെയും ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലാത്ത പറയാൻ പാടില്ല. സോ മെനി പീപ്പിൾ ആർ ഹിയറിംഗ് ഇറ്റ്. ഓഫ് കോഴ്സ് എഡിറ്റിംഗ് ഈസ് ദേർ, പക്ഷെ എന്നാലും ഐ ഷുഡ് ബി വെരി കെയർഫുൾ. പിന്നെ ഐ കനോട്ട് ടേക്ക് എനിത്തിങ് റൈറ്റിംഗ് ഡൗൺ. ഇവർ ഓരോരുത്തരും വന്നിരിക്കുന്നതും ആദ്യം പറയുന്ന വാക്ക് തൊട്ട് അവസാനം പറയുന്ന വാക്ക് വരെ ഇറ്റ് ഷുഡ് ബി ഇൻ മൈ മൈൻഡ്. നോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവറി ആംഗിൾ ഐ ഹാവ് ടു തിങ്ക് അബൌട്ട്, സൈക്കോളജിക്കലി, ലീഗലി, TV ആങ്കർ എന്നുള്ള നിലയ്ക്ക്. സോ എല്ലാ സൈഡും ആലോചിച്ച് വേണം ഞാൻ അവിടെ പ്രസന്റ് ചെയ്യാൻ. മേ ബി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷനെയും കാട്ടിലും മാമിന് ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി. പക്ഷേ ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു സിനിമ. കാരണം വിതൗട്ട് ദാറ്റ് ഐ വിൽ നോട്ട് ബി സിറ്റിംഗ് ഹിയർ നൗ. സോ ദ റൈറ്റ് ഡിസിഷൻ ഐ ടുക്ക് അറ്റ് ദി ഏജ് ഓഫ് 18 of getting into films. അതെ 8-ാം വയസ്സിലെടുത്ത തീരുമാനം. അത് പക്ഷേ 2010 പുറത്തേക്ക് വന്നുള്ളൂ. അല്ല, ലേറ്റ് ആയാലും വന്നു. It will come. That is destiny. കാരണം അത്ര ഡ്രീം ചെയ്തിട്ടുണ്ട് ഞാൻ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് പാഷനാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. അത് സത്യമായിട്ട് അത് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കുന്നു പറയുന്നത് മാമിന്റെ കാര്യത്തിൽ സത്യമായിട്ട് വന്നു എന്നുള്ളത്. അത്ര പാഷനാണ്, അത്ര ഞാൻ ഡ്രീം ചെയ്തിട്ടില്ല. 2 കാര്യമാണ്. ഐ എം വെരി സ്പിരിച്വൽ, ഫിലോസഫി എൻ്റെ ആ ഒരു ലൈനിൽ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ആൻഡ് സൈക്കോളജി. ഇത് രണ്ടും ഈസ് മൈ എന്താ പറയുക എൻ്റെ ജീവിതത്തിലെ 2 നാഡികളാണ്. സോ ഇത് രണ്ടും എനിക്ക് പറ്റി. രണ്ടും ഐ മെറ്റ് എ ഗുരു, ഐ സ്റ്റഡി ഗീത, ഭഗവത്ഗീത, ഉപനിഷത്സ് എല്ലാം പഠിക്കാനുള്ള കോഴ്സുകൾ മുഴുവൻ ചെയ്തു. സംസ്കൃതം പഠിച്ചു, എല്ലാം ചെയ്തു. ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം മാത്രം ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, വീണ പഠിക്കണം എന്നുള്ള ആഗ്രഹം. I'll help you for that. വായിക്കും, പക്ഷെ ഇതുവരെ ഞാൻ ഒരു ടീച്ചറെ വെച്ച് അതിരുന്ന് പഠിച്ചിട്ടില്ല. പ്രോബബ്ലി അത്ര ഇഷ്ടമാണെങ്കിലും പ്രോബബ്ലി ഈ 2 പാഷൻ്റെ അത്രയ്ക്ക് അതിൽ
ഇല്ല അതാണ് അത് വരാൻ. അതാണ് പഠിച്ചിട്ടുണ്ടാവും മാമിന്റെ ക്യാരക്ടറിന് എന്നോ പഠിച്ചിട്ടുണ്ടാവും. ഈ രണ്ടിനോടുള്ള ആ ഒരു ആവേശം എനിക്ക് അതിനോടില്ല, അത്രയ്ക്കില്ല. അതുകൊണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാമിന് ശരിക്കും ഹോണ്ട് ചെയ്യണ കാര്യങ്ങൾ ഉണ്ടായിണ്ടാവാം സെറ്റിൽ അല്ലെ. പലതരം ആളുകള്, പലതരം അനുഭവങ്ങള്, ഇതൊക്കെ മാം ക്യാരി ചെയ്യാറുണ്ടോ മനസ്സിൽ? അതോ അവിടുന്ന് പോകുമ്പോ അതവിടെ വിട്ടു പോവോ? ആണല്ലേ. സെറ്റിന്ന് പുറത്തു വന്നാൽ പിന്നെ ഐ ഡോണ്ട് റിമെമ്പർ എനിത്തിങ്. ഐ ഹാവ് an art actually to man. സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ആ മോഡ് ഉണ്ട് എൻ്റെ ബ്രെയിനിൽ. അത് എല്ലാവർക്കും ഉള്ള കാര്യമല്ല അത്. ഐ ഡോണ്ട് ക്യാരി എനിത്തിങ്, ലിങ്കർ ചെയ്യില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് വൈ പണ്ടത്തെ ആൾക്കാർ സൈക്കോളജിസ്റ്റിനെ കുറിച്ച് വട്ടാവെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രൂ. ബിക്കോസ് ഇത് വെൻ യു ക്യാരി ഇമോഷണലായിട്ട് നമ്മൾ അതിലേക്ക് അറ്റാച്ച്ഡ് ആവും. നമ്മൾ ഇമോഷണലായിട്ട് അറ്റാച്ച് ആകും. അവരാരോ ഞാനാരോ. അത് ഒരു സ്ട്രിക്റ്റ് ഇതായിരുന്നു. മൈ ഫോൺ നമ്പർ ഓർ മൈ അഡ്രസ് ഓർ നത്തിങ് ഇസ് നോബഡി വിൽ കോൺടാക്ട് മീ ബിഫോർ ഓർ ആഫ്റ്റർ ദി പ്രോഗ്രാം. മാമിന് ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു പ്രാവശ്യം സംസാരിച്ച് വിട്ടുപോയിട്ടുണ്ടാവാം. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സമയത്ത്, ലൈഫിൻ്റെ ഈ ഒരു പോയിന്റിൽ മാമിന് തോന്നുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും എനിക്ക് ഒരു പ്രാവശ്യം കൂടി ആ വ്യക്തിനെ ഒന്ന് കാണണം, അവരോടൊന്ന് സംസാരിക്കണം, ആ ഒരു ഫീൽ എപ്പോഴെങ്കിലും മാമിന് വന്നിട്ടുണ്ടോ? ഓഫ് കോഴ്സ് മൈ പേരൻസ്. അത് രണ്ടുപേരും എന്നെ വിട്ടുപോയി. ഒരിക്കൽ കൂടെ അവരെ കണ്ട് എനിക്ക് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് അവരോട് ഒരിക്കൽ കൂടെ ബ്ലെസ്സിങ്സ് എടുക്കണമെന്ന് മാത്രമല്ല, അവരോട് അറിയാതെ ഞാൻ എന്തെങ്കിലും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണം, സാഷ്ടാംഗം വീണ് മാപ്പ് പറയണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുള്ളതാണ്. മൈ പേരൻസ്, ദേ വർ മൈ സ്ട്രെങ്ത്. എൻ്റെ അമ്മ പുറത്തേക്ക് ഒരിക്കലും വന്നിട്ടില്ല. ബട്ട് ഞങ്ങൾ 3 പേരും, എൻ്റെ അച്ഛൻ, ഞാൻ, എൻ്റെ ഏട്ടൻ, ഞങ്ങൾ 3 പേരും സക്സസ്ഫുൾ ആണെങ്കിൽ അതിന് അമ്മ കാരണക്കാരിയാണ്. ദ ഓൺലി റീസൺ ഇസ് മൈ മദർ. കാരണം എൻ്റെ അച്ഛൻ പ്രൊഫഷണൽ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് വെൻ ഹി വാണ്ടഡ് ടു ബിക്കം എ മജീഷ്യൻ, അന്ന് എല്ലാവരും പറഞ്ഞു, ഓ നീ എൻ്റെ ഭർത്താവ് ചെപ്പിടി വിദ്യ കാണിച്ചിട്ട് കോട്ട കെട്ടാൻ പോവുകയാണോ എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെയല്ല എൻ്റെ. പക്ഷെ അപ്പോട്ടിന് അതാ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാനുണ്ട് അപ്പോട്ടാ കൂടെ നിൽക്കും. അത് അവരെ ഗ്രേറ്റസ്റ്റ് ലവ് മാരേജ് ആയിരുന്നു. അവരെ ഭയങ്കര ലവ് മാരേജ് ആയിരുന്നു. കോലുകളൊക്കെ സൃഷ്ടിച്ച ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഞാനുണ്ട് അപ്പോട്ടോ, നമുക്ക് വയ്ക്കാം. എന്തായാലും 4 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താൽ അപ്പോട്ടിന് എനിക്ക് ചോറ് തരാൻ പറ്റുമല്ലോ. യു ആർ എഡ്യൂക്കേറ്റഡ്. എൻ്റെ അച്ഛൻ ഞങ്ങളോടും അതേ പറയും, ഡിഗ്രി എടുക്കണം. ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും വരുമല്ലേ, കുഴപ്പമില്ല. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു വഴിയുണ്ട് എന്ന് പറയും. അത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ശരി. അപ്പോൾ അങ്ങനെയാണ് വി ലെഫ്റ്റ് ഈ റോഡ് ആൻഡ് കെയിം ടു ചെന്നൈ. ഉള്ള പൈസ കൊണ്ട് മൊത്തം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ടു കം അപ്പ് ഇൻ ലൈഫ്. അതൊക്കെ നമ്മുടെ സ്ട്രെങ്താണ്. ഡേ ആൻഡ് നൈറ്റ് ഷീ യൂസ് ടു സ്റ്റിച്ച് ഓൾ ദ കർട്ടൻസ്, കോസ്റ്റ്യൂംസ്. ഷീ വാസ് എ ഗുഡ് ടൈലർ. അപ്പം നല്ല അമ്മ ഇരുന്നിട്ട് കംപ്ലീറ്റ് കേർട്ടൻസ്, വി ഡോണ്ട് ഹാവ് ദി മണി ടു ഗിവ് ഇറ്റ് ടു എ ടൈലർ. സോ മൈ മദർ യൂസ് ടു സ്റ്റിച്ച്. മദർ യൂസ് ടു കോസ്റ്റ്യൂംസ്, കേർട്ടൻസ് എല്ലാം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ അമ്മയാണ് ചെയ്തിരിക്കുന്നത്. ഈ കണ്ട പേർക്ക് ഞങ്ങൾ 10-15 പേരുണ്ട് ഇതിൽ വർക്ക് ചെയ്യുന്നവർ. ഈ ട്രൂപ്പിൽ എല്ലാവർക്കും ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചാൽ ചിലവ് കൂടും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഫുഡ് ഉണ്ടാക്കുക. ഒരു സാമ്പാർ സാദവും ഒരു തൈര് സാദവും ഒരു ഉപ്പേരി ഉണ്ടാക്കി കൊണ്ടുവരും ഉച്ചയ്ക്ക്. ഷി സീസ് ദാറ്റ് എവറിബഡി ഈസ് ഫെഡ്. യു നോ, ഷീ വാസ് ദി സൈലന്റ് സ്ട്രെങ്ത് ഇൻ അവർ ലൈഫ്. ആ അമ്മയെ നമസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഒരു മദേഴ്സ് ഡേ പോരാ എനിക്ക്. പോരാ. 69 ട്രേഡ് എക്സിബിഷൻ വന്നപ്പോൾ, വേൾഡ് ട്രേഡ് എക്സിബിഷൻ ഇന്നത്തെ അണ്ണാനഗർ, അന്ന് അച്ഛന് ദേ ഓഫേർഡ് 50 lakhs ഫോർ എ മാജിക് ഷോ. അന്നത്തെ 1.5 മാസം മാജിക് ഷോവും അവിടുത്തെ വേറെ കുറേ കാര്യങ്ങൾക്കായിട്ട്. പക്ഷെ അവർ പറഞ്ഞ ഒരു കണ്ടീഷൻ, അച്ഛൻ വാസ് അഗെയിൻസ്റ്റ് ഹിസ് പ്രിൻസിപ്പിൾസ്. ഹീ സെഡ് നോ. അപ്പോൾ പറഞ്ഞു, അത് ഞാൻ നടത്തില്ല. ഹോട്ടലിൽ വെച്ച് നിങ്ങൾ പാർട്ടി നടത്തിക്കോളൂ, അത് എന്താ ഡ്രിങ്ക്സോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഐ വിൽ പേ ഫോർ ഇറ്റ്, ബട്ട് അത് എൻ്റെ വീട്ടിനകത്ത് കേട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒറ്റ കാരണം കൊണ്ട് വി ലോസ്റ്റ് ദാറ്റ് കോൺട്രാക്ട്. Achan said 50 lakhs I can earn later on. But once gone, my principle, it is gone forever. I will not compromise on that. Achana makkala jangal. We never compromise on our principles. Never. ഞാൻ ഒരുപാട് മോഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അത് ആരാന്ന് എനിക്കറിയില്ല, പേരറിയില്ല, ഒന്നും അറിയില്ല. ആലപ്പുഴയിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് I was going to Trivandrum for my shoot.
അപ്പോൾ അമ്പലപ്പുഴ കഴിഞ്ഞിട്ട് ആ ഒരു സ്ട്രെച്ച് ഉണ്ട് വേർ ദർ ഇസ് കടൽ ഈ ഭാഗത്തും ആ ഒരു റോഡ് ബ്യൂട്ടിഫുൾ റോഡ്. അപ്പോൾ ദാറ്റ് വാസ് ഏർലി മോർണിംഗ് അറൗണ്ട് 3 o'clock or 3:30. അത് വാസ് 2 മണി ഷൂട്ട് കഴിഞ്ഞിട്ട് കാറിൽ പോവുകയാണ് ഞാൻ. അമ്മയുണ്ട്, ഞാനുണ്ട്, എൻ്റെ ഒരു മെയ്ഡ് സെർവൻ്റ് ഉണ്ട്, എൻ്റെ മേക്കപ്പ് മാൻ ഉണ്ട്. കാറ് ഈ ഇടയിൽ വെച്ച് ആ ഫിഷർമാൻ കോളനീൻ്റെ ആ ഇടയിൽ വെച്ചിട്ട് കേടുവന്നു. 4 മണിയായിട്ടുണ്ടാവും, 3:30 മണി 4 മണിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. ആഫ്റ്റർ മൈ ഷൂട്ട് ഐ വാസ് ടയർഡ്. നമ്മുടെ മടി തലയും വെച്ച് ഞാൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എൻ്റെ സെർവൻ്റ് ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണന്ന് കുറേ ശബ്ദങ്ങൾ. ഇപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ വെഞ്ഞാറമൂട് പറയുന്ന പോലെ പരപരാ വെളുത്ത് അത് വെളുത്ത് വന്ന സമയത്ത് ദീസ് പീപ്പിൾ സോ മീ. മീൻ പിടിക്കാൻ പോകുന്നവർ കണ്ടപ്പോൾ ദേ സ്റ്റാർട്ടഡ് ക്രൗഡിങ്. അപ്പോൾ എൻ്റെ കാറിൻ്റെ ചുറ്റിലിങ്ങനെ ആൾക്കാർ പൊതിഞ്ഞ് നിൽക്കുക. ഡ്രൈവർ വെളുപ്പങ്ങാതെ ആയിട്ടാണ് പോയിരിക്കണത്, ഒരു വർക്ക്ഷോപ്പ് അന്വേഷിച്ച് പോയിരിക്കണത്. അന്നൊന്നും ഇതുപോലെ വർക്ക്ഷോപ്സ് ഒന്നുമില്ല. ടു ഗോ ബാക്ക് ഓൾ ദ വേ ടു ആലപ്പുഴ. അന്നിങ്ങനത്തെ വെഹിക്കിൾസ് ഇല്ല, സെല്ലില്ല, ഒന്നുമില്ല. സോ ഇറ്റ് വിൽ ടേക്ക് എ ടൈം, 2 hours 2.5 hours ടൈം ഉണ്ടാവും. അതിന് ഇവര് എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. കാരണം ഇവരിങ്ങനെ ചില്ല് കയറ്റിയിട്ട് അമ്മ വാസ് സോ സ്കേർഡ്. വി ഡോണ്ട് നോ വാട്ട് മോബല്ലേ. സോ എന്താ അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. ഒരു 10-50 വയസ്സ് ഉണ്ടാവും. വന്നിട്ട് പറഞ്ഞു എന്താ ഇവിടെ എന്ന് ചോദിച്ചു. പറഞ്ഞു ആ നിങ്ങളാണോ എന്ന് പറഞ്ഞു. എന്തോ ഞങ്ങളെ പരിചയമുള്ള പോലെ. അപ്പോൾ കൂട്ടുകാർ മാറും പറഞ്ഞു. എന്താ ഇവിടെ ഇരിക്കണേ ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ വന്നില്ലേ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരും, ഇതാണ് എൻ്റെ വീട്, വരും എന്ന് പറഞ്ഞു. അവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ടുപോയി വായൊക്കെ കഴുകി അവർ നല്ല ചൂട് ഇഡ്ഡലിയും ചട്നിയൊക്കെ തന്നു 6:30 മണിക്ക്. എന്നിട്ട് അതെല്ലാം കഴിച്ച് ഞങ്ങൾ ബാത്റൂമൊക്കെ പോയി അവിടെ ഇരുന്നപ്പോൾ ഡ്രൈവർ കാർ റെഡി ആയെന്ന് പറഞ്ഞു. 7 o'clock വി മൂവ് ഫ്രം ദർ. ആ മനുഷ്യരെ ഞാൻ ആ വഴി കൂടെ പോകുമ്പോൾ ഇന്നും ടു ദിസ് ഡേ ഐ റിമെമ്പർ ദാറ്റ് പേഴ്സൺ. മാം എഴുതില്ലേ? മാമിന്റെ ഒരു രചന അത് മുഴുവനാക്കിയോ മാം? ആക്ച്വലി അച്ഛനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക് ഞാൻ എവിടെയോ അത് മാത്രമേ എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഹെഡിങ് അത് മാം അങ്ങനെ തന്നെ വെച്ചതാണോ? അച്ഛൻ, മാന്ത്രികൻ, സ്വാതന്ത്ര്യം, അല്ലേ? ഞാൻ കറക്റ്റ് അല്ലേ? സ്വാതന്ത്ര്യ സമരം. അത് മാം അത് ഓൾറെഡി പേര് ഇട്ട് പിന്നെ എഴുതാൻ തുടങ്ങിയതാ അതോ? എൻ്റെ അച്ഛൻ്റെ 3 വ്യക്തിത്വമാണ് എൻ്റെ അച്ഛന്. അച്ഛൻ, മജീഷ്യൻ ആൻഡ് സ്വാതന്ത്ര്യ സമരം. അച്ഛനെ പറ്റി എഴുതായിരിക്കുമ്പോൾ ഐ ഗെറ്റ് ഇമോഷണൽ. അപ്പോൾ പലപ്പോഴും ഇറ്റ് സ്റ്റോപ്സ്. പിന്നെ അതെങ്കിലും മുമ്പോട്ട് പോകുന്നില്ല. അതാണ് ദാറ്റ് ഈസ് ദ ബേസിക് പ്രോബ്ലം. ബട്ട് ഐ എം റൈറ്റിംഗ് എ ബുക്ക് നൗ which is almost ready. I am planning to bring it out in December. Okay. Then I am working on a project which is very important. Teachers nulla schools ne base ചെയ്തിട്ടാണ്. I'm just finishing that project. I want to give it to the government. Because how a child right from first standard onwards, how he can be studied and how his development can be in the future എന്നുള്ളത് ഒബ്സർവ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡ്. സോ ബൈ ദ ടൈം ദ ചൈൽഡ് ഇസ് ഓൺ ദ 10th standard, because most of the problems of a child doesn't adolescent ഏജിലാണ് ഇത് പുറത്തേക്ക് വരിക. Any personality of a child comes out on the adolescent age, 14 years 15 years കഴിഞ്ഞിട്ട്. സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, ദാറ്റ് ചൈൽഡ് ക്യാൻ ബി എ ബെറ്റർ പേഴ്സൺ. ഫുള്ളായിട്ട് 100% മാറ്റാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു പരിധി വരെ, എസ്പെഷ്യലി മെന്റൽ ഇൽനെസ്, അതാണ് കോണ്ടെക്സ്റ്റ് ഡിസോർഡേഴ്സ്, ഇതൊക്കെ ക്യാൻ ബി മാറാൻ പറ്റില്ല. ഇപ്പം മാമിൻ്റെ ഒരു ക്ലിനിക്കൽ സൈക്കോളജി ആ ഒരു ഇൻട്രസ്റ്റ് മാം ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ? ഇനി മാമിന് ഒരു ഫിലിം ഫീൽഡിലേക്ക് കാണാൻ പറ്റുമോ? അറിയില്ല. യു ആർ പ്ലാനിങ്? No, അറിയില്ല എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് സ്യൂട്ട്സ് വിധുബാല, ബിക്കോസ് യു നോ എവറിത്തിങ്. I'm not planning anything, definitely no. But ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഐ നെവർ ലെഫ്റ്റ് ഫിലിം വേൾഡ്. ഇനി ഞാൻ ഒരിക്കലും വരില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇഫ് സം വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വന്ന ഈ അമ്മ ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോഴും വരുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്, ഐ എം റിഫ്യൂസിങ് ഇറ്റ്. ബട്ട് സംതിങ് ലൈക്ക്, ഫോർ എക്സാമ്പിൾ
പിക്കു എന്നൊരു പടം കണ്ടല്ലോ, ആ, ആ, ആ. അമിതാഭ് ബച്ചൻ്റെ. ഐ വാസ് വണ്ടറിങ് ഇഫ് ഓൺലി ദാറ്റ് ഒരു പെണ്ണാക്കി ഒരു ഗ്രാൻഡ് മദർ ആക്കിയിട്ട് അതിന് എനിക്ക് മലയാളത്തിൽ എടുത്തെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വേർ യു നോ യു ഹാവ് സംതിങ് ടു ഡു. മറ്റത് ഒരു അമ്മ കരച്ചിൽ ബഹളം, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഇഫ് ഐ ഡു സംതിങ് ഇൻ ലൈഫ് ദാറ്റ് ഷുഡ് ബി വർത്ത് വൈൽ. സത്യം. അതർവൈസ് വൈ ഷുഡ് ഐ ഡു ഇറ്റ്? അതെ, അങ്ങനെ ഒരു വേർത്ത് ആയിട്ടുള്ള ഒരു സാധനം മാമിന് കിട്ടട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം വി ഓൾ വോണ്ട് യു ടു സീ ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട്. പണ്ടത്തെ ഫിലിമിലൊക്കെ കണ്ടതാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ജനറേഷന് കൂടുതൽ അറിയാം കഥയിൽ ഇത് ജീവിതത്തിലെ ആ ലേഡി എന്നുള്ള ഒരു രീതിയിലായിരിക്കും. പക്ഷെ ആ ഒരു ആക്ട്രസ് എന്നുള്ള വിധുബാല എന്നുള്ള ഒരു ആക്ട്രസിനെ ഇനിയും സ്ക്രീനിൽ കാണണമെന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ആഗ്രഹമുണ്ട്. പാഷൻ ഇസ് സ്റ്റിൽ ഇൻ മീ. I can see that in your face. എനിക്ക് അഭിനയിക്കുന്നതിൽ പാഷനറ്റ് ആണ്, ഞാനില്ല എന്ന് പറയില്ല. ഐ എം വെരി മച്ച് അറ്റാച്ച്ഡ് ടു ഫിലിംസ്. ഐ സീ എ ലോട്ട് ഓഫ് ഫിലിംസ്. പക്ഷേ ഒരു ക്യാരക്ടർ വരണം. ഐ മീൻ ദാറ്റ് ഈസ് സംതിങ് നോബഡി ഈസ് തിങ്കിങ് ഓഫ് നൗ ഡേയ്സ്. അതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും നേരം മാമിൻ്റെ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു സ്കെഡ്യൂളിൽ പല പല കാര്യങ്ങളാണ് മാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് മാമിൻ്റെ ലൈഫിലെ ഇത്രയും സംഭവങ്ങൾ വളരെ രസകരമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ, എസ്പെഷ്യലി അച്ഛൻ്റെ കഥകൾ, അമ്മയുടെ കഥകൾ, അത് മാമിന് മാത്രമല്ല കേട്ടിരുന്ന എന്നെയും കൂടി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുന്ന മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച്.